നമസ്കാരം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് CPIM. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ആവശ്യം. നാളെ MLA ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തും. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുകയാണ് ചതിച്ചതാര്. ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ, ഒപ്പം CPIM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സുരേഷ് താളൂർ എന്നിവർ ന്യൂസ് ഈവനിംഗ് ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ സംഷാദ് മരക്കാറിലേക്കാണ്. ശ്രീ സംഷാദ് മരക്കാർ, നാട്ടിൽ ജനസ്വാധീനമുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, DCCയുടെ ട്രഷററായിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രീ സംഷാദ് മരക്കാർ? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ NM വിജയേട്ടൻ്റെ മരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന സുൽത്താൻ ബത്തേരി പ്രദേശത്തെ എല്ലാവർക്കും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് ആരോപണങ്ങളുമൊക്കെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അത് ഇന്നലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലത്തിൻ്റെ MLA അടക്കമുള്ളവരൊക്കെ അത് വ്യക്തമാക്കിയ കാര്യമാണ്. വിജയേട്ടൻ മാത്രമല്ല മരണപ്പെട്ടത്, വിജയേട്ടൻ്റെ ഇളയ മകൻ കൂടെ അദ്ദേഹത്തിനോടൊപ്പം മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് വിജയേട്ടനും അദ്ദേഹത്തിൻ്റെ ഇളയ മകനും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം, അതെല്ലാം ആ കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏതാളുകൾ അന്വേഷിക്കണം എന്നുള്ളതും, വിജയേട്ടൻ എന്താണ് സംഭവിച്ചത് എന്ന്, എന്തുകൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവർ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുമൊക്കെ. അപ്പോൾ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ആത്മഹത്യയുടെ കാരണം പോലീസ് കണ്ടെത്തട്ടെ. ആ ആത്മഹത്യയുടെ കാരണത്തിൽ കുറ്റം വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തുന്ന ആളുകൾ ആരാവട്ടെ, ആ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായമെന്ന് പറയുന്നത്. അതിനോടൊപ്പം ഈ ചർച്ചകൾ, ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നത്. അതിന് മുന്നേ തന്നെ വിവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സമരങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തട്ടെ. വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി എന്തായാലും പാർട്ടിക്കകത്ത് പാർട്ടി ഒരു സംവിധാനം വെച്ച് അന്വേഷിക്കും. കാരണം ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇളയ മകനോടൊപ്പം മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയേണ്ട കാര്യമാണ്. അതിനപ്പുറം പോലീസിൻ്റെ ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം അത് അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ സത്യം പുറത്തു വരേണ്ടതും, അതിനോടൊപ്പം തന്നെ ഈ ഉണ്ടാവുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ സത്യവും കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ആ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാളെ ജില്ലാ സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകാൻ തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടിയും തയ്യാറാണ്. അപ്പോൾ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം കൃത്യമാവണം, സുതാര്യമാവണം, സത്യസന്ധമാവണം. വിജയേട്ടനും മൂലം, കാരണം അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, അദ്ദേഹം വ്യക്തിപരമായി നമ്മളുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുള്ളത്. കഴിഞ്ഞ 24-ാം തീയതി നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അതിന് മുമ്പ് നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിങ്ങിലടക്കം ഒരുമിച്ച് പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററും ഞാൻ ആ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ നമ്മളൊക്കെ KSU കാലം മുതൽ അറിയുന്ന ഒരാളാണ് വിജയേട്ടൻ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം ദൂരീകരിക്കപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായി കൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സ്വാഗതവും നമ്മൾ ചെയ്യുന്നു. പോലീസിൻ്റെ അന്വേഷണം, ഇന്ന് അന്വേഷണത്തിന് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ബത്തേരി DYSPക്ക് അന്വേഷണത്തിൻ്റെ ചുമതലയും SP-യുടെ മേൽനോട്ടത്തിലും. അത് നല്ല രീതിയിലാണ്, അത് സത്യസന്ധവും സുതാര്യവുമായി അന്വേഷിക്കണം. ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങൾ ആരെങ്കിലും പറയുന്നതും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ടാകുന്ന ആരോപണങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും മരണം, മകന് അറിയാം, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരിക. പിന്നെ CPM ആരോപിക്കുന്നത് പോലെ ചില ആക്ഷേപങ്ങൾ, കത്ത് അവിടെ നിന്ന്
ഏതോ 2 പ്രവർത്തകർ എടുത്തു മാറ്റി എന്നൊക്കെയുള്ള ആക്ഷേപം ഇന്നലെ CPM-ൻ്റെ ഭാഗത്തുണ്ട്. അതും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം. അവിടെ കത്തുണ്ടായിരുന്നോ, അത് എടുത്തു മാറ്റിയതാണോ എന്നൊക്കെ അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള പ്രയാസമുള്ള, കാരണം ഇതിൻ്റെ നഷ്ടം ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ്. വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ട്രഷററാണ്. ഞങ്ങൾക്കും അതിനകത്ത് പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾ ഇന്നലെ ഉച്ച മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ കൂടെ പുറത്ത് സത്യമായി തെളിയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. താങ്കൾ തുടരുക ദയവായി. ഇപ്പോൾ ശ്രീ സുരേഷ് താളൂർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം CPM-ന്റെ വയനാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. ശ്രീ സുരേഷ് താളൂർ, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി CPIM മാറ്റുന്നുണ്ട്. അവിടെ നടന്ന ചില ഇടപാടുകൾ അത് സാമ്പത്തിക ഇടപാടുകളാണെന്ന് പറയുന്നു. അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണം ഉയർത്തുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം CPIM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ സംശയത്തിന് അടിസ്ഥാനം, ശ്രീ സുരേഷ് താളൂർ? അല്ല, ഇവിടെ ശ്രീ സംഷാദ് പറഞ്ഞു ബത്തേരിയിലും വയനാട്ടിലുമെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ വിജയേട്ടൻ, അദ്ദേഹം ദീർഘകാലം സുൽത്താൻ ബത്തേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു, മറ്റ് പല പദവികളും വഹിച്ചിട്ടുള്ളൊരു നേതാവായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ സംഷാദ് ഉൾപ്പെടെ അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. അത്ര ലൈവായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ, അദ്ദേഹം സ്വയം വിഷം കഴിക്കുക മാത്രമല്ല പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത തൻ്റെ മകനെ കൂടി വിഷം കൊടുത്ത്, ഏതാണ്ട് കൊലപാതകമാണ്, മകന് വിഷം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം വിഷം കഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അപകടമാണ്. അത്രമാത്രം ദുരന്തം അദ്ദേഹത്തിനുണ്ടായതിന് കാരണം ഞങ്ങളുടെയൊക്കെ ചെവിയിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചേരുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകന്മാരാണ്. ശ്രീ സംഷാദിന് അറിയാത്തൊന്നുമല്ല, സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ലൈവായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് സ്വകാര്യം ചോദിച്ചാൽ ശ്രീ സംഷാദിന് ഈ കഥകളെല്ലാം കിട്ടും. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ വിജയേട്ടൻ വിഷം കഴിച്ചതിന് ശേഷം ആ വീട്ടിലെത്തുന്നത് നെന്മേനി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെന്നും അതിൽ ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെയും DCC പ്രസിഡൻറ്റിൻ്റെയും ഉൾപ്പെടെ പേരുണ്ടെന്നുമുള്ള വാർത്ത ആദ്യം മാധ്യമങ്ങളിലേക്കും ഞങ്ങളെപ്പോലുള്ള CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കും എല്ലാം പകർന്നു കിട്ടിയത് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പോലീസ് ഞങ്ങളോട് ചോദ്യം ചെയ്യട്ടെ, ഞങ്ങൾ ആളെ പേര് പറയാം, ആരാണ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് അത് പറയാനുള്ള തെളിവ് ഞങ്ങൾ എടുത്തിട്ട് അതിനുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ പ്രശ്നം സുൽത്താൻ ബത്തേരി മേഖലയിൽ, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലും സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വളരെ വിശദമായ വിവരങ്ങൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിലൊരു ഇരയാണ് ശ്രീ വിജയേട്ടൻ. ഇപ്പോൾ വിജയേട്ടൻ തന്നെ 1.5 കോടി രൂപ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. 1.5 കോടി രൂപ 6 ആളുകളുടെ കയ്യിൽ നിന്ന് 20 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷവും വെച്ച് 7 ആളുകളുടെ നിന്ന് വിജയേട്ടൻ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ പണത്തിൽ കുറച്ച് പണം ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എന്ന് ശ്രീ വിജയേട്ടൻ തന്നെ KPCC പ്രസിഡന്റിന് നേരത്തെ അയച്ച പരാതി ഇപ്പോൾ മുമ്പിലുണ്ട്. ഇതിനു മുമ്പ് സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ പോയ പരാതിയുടെ പകർപ്പ് നിങ്ങളുടെ പല മാധ്യമങ്ങളുടെ ഫയലിൽ തിരഞ്ഞു നോക്കിയാൽ കിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെ ചർച്ചയ്ക്കിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ട് ശ്രീ സംഷാദ് തന്നെ അംഗമായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ, അവരന്വേഷിച്ച അന്വേഷണത്തിന് നിഗമനങ്ങളുണ്ട്. അതിൽ ചിലരൊക്കെ സംരക്ഷിച്ചു, ചിലരൊക്കെ കുറ്റവാളിയാക്കി എന്നെല്ലാമുള്ള വാർത്ത അന്ന് തന്നെ വന്നാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. പ്രശ്നം ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയനായിരിക്കുകയാണ്. ഇവിടെ ശ്രീ സംഷാദ് മരക്കാരും ഇന്നലെ DCC പ്രസിഡന്റ് ശ്രീമാൻ ND അപ്പച്ചനും എല്ലാവിധ അന്വേഷണത്തെയും നേരിടുകയും ശ്രീമാൻ വിജയേട്ടൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണെന്ന് ഇന്നലെ ശ്രീമാൻ ND അപ്പച്ചേട്ടൻ വ്യക്തമാക്കി. ഇന്നിപ്പോൾ ശ്രീ സംഷാദ് അത് ആവർത്തിക്കുകയാണ്. എന്തേ ശ്രീമാൻ IC ബാലകൃഷ്ണൻ അങ്ങനെ ആവർത്തിച്ചില്ല? ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇന്നലെ അദ്ദേഹം ഈ മൃതദേഹ സംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങൾക്കും അദ്ദേഹം തന്ന ബൈറ്റിൽ എന്താ പറയുന്നത്? പുറത്തു വന്ന രേഖ വ്യാജമാണെന്ന്. അദ്ദേഹം ആരാ? എൻക്വയറി ഓഫീസറാ? പുറത്തു വന്ന് ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് ND അപ്പച്ചനും ശ്രീ സംഷാദും പറയുമ്പോൾ പുറത്തു വന്ന രേഖയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്നല്ല, അത് വ്യാജരേഖയാണ്. ആരാ വ്യാജരേഖ ചമച്ചത്? ഇന്നലെ വരെ ശ്രീമാൻ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ
അതിനു മുമ്പും അതിന് ശേഷവും അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനയെ പ്രവർത്തിച്ച ജില്ലയിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് DCC ട്രഷറർ ശ്രീ NM വിജയനാണോ വ്യാജരേഖ ഉണ്ടാക്കിയത്? ആ രേഖയിലുള്ള ഒപ്പ് ബാലകൃഷ്ണൻ പരിശോധിച്ചോ? ആ രേഖയിലുള്ള ഒപ്പ് ശ്രീമാൻ വിജയേട്ടൻ്റെതല്ലേ? അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നാം കക്ഷിയുടെ ഒപ്പുണ്ട്. ആ ഒന്നാം കക്ഷിയുടെ ഒപ്പും രണ്ടാം കക്ഷിയുടെ ഒപ്പും പരിശോധിക്കാതെ അത് വ്യാജരേഖയാണെന്ന് IC ബാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം എടുക്കാൻ എന്താ കാരണം? എന്താണ് ശ്രീമാൻ IC ബാലകൃഷ്ണൻ വെപ്രാളം? അപ്പോൾ പ്രശ്നം വളരെ വ്യക്തമാണ്. ശ്രീമാൻ IC ബാലകൃഷ്ണനെ കണക്ട് ചെയ്തുകൊണ്ടാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ അഴിമതി നിയമത്തിൻ്റെ എല്ലാം ഉള്ളത്. ഈ ഒരു കത്തല്ല, ഇനിയും കത്തുകൾ വരും. ശരി, ഇനിയും വരും. കത്തുകൾ മാത്രമല്ല, മൊഴി വരാൻ വേണ്ടി പോവാണ്. അതായത് ഈ പറയുന്ന സ്വദേശിയോട് 30 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയിട്ടുള്ളത്. ഇനി നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ മൊഴി തരാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ കൊണ്ടുവരാം നിങ്ങളുടെ മുമ്പിൽ, അദ്ദേഹം ഇത് തന്നെ പറയും. ഇങ്ങനെ നിരവധി ആളോട് പണം ചെക്കുണ്ട്, സ്റ്റാമ്പ് പേപ്പർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൈക്കൂലിക്ക് എഗ്രിമെൻ്റ് വാങ്ങുന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് വയനാട്ടിലെ കോൺഗ്രസ് അനുഭവിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളായി സുൽത്താൻ ബത്തേരിയിൽ MLA മാറുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീമാൻ സംഷാദിൻ്റെയും അപ്പച്ചൻ്റെയും വാദത്തെ ന്യായീകരിക്കുന്നു. CPM ആരെയും പ്രതിക്കൂട്ടി നിർത്തേണ്ടതില്ല. പക്ഷേ വിജയേട്ടനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനകത്തുണ്ടായ അരാജകത്വമാണ്, സമ്പത്തിനോടുള്ള ആർത്തിയാണ്, സഹകരണ മേഖലയിൽ തീവെട്ടിക്കൊള്ളയാണ്. അത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണമാണ്. ഞാൻ പറയുന്നു ശ്രീമാൻ IC ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാണ്. ശ്രീ സുരേഷ് താളൂർ, നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ വിശദീകരിച്ചു? താങ്കൾ ദയവായി തുടരുക. ശ്രീ സംഷാദ് മരക്കാർ, ഇപ്പോൾ ശ്രീ സുരേഷ് താളൂർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. നേരത്തെ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ വന്നു, താങ്കൾ അതിൽ അംഗമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അക്കാര്യത്തിൽ വ്യക്തതയില്ല, താങ്കൾക്ക് അതിൽ മറുപടി പറയാം അങ്ങനെയൊന്നുണ്ടെങ്കിൽ. മറ്റൊന്ന്, പോലീസ് വരട്ടെ, അന്വേഷിക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ. പക്ഷെ അപ്പോഴും ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു വിവരശേഖരണം നിങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടാകുമല്ലോ. ഈ പുറത്തു വരുന്ന ആരോപണങ്ങൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ ശ്രീ സംഷാദ് മരക്കാർ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ സുരേഷ് താളൂർ പറഞ്ഞത് അവിടെ ഒരു ആത്മഹത്യ കത്തുണ്ടായിരുന്നു, കുറിപ്പുണ്ടായിരുന്നുവെന്നും ആ കുറിപ്പ് നെന്മേനിയിലെ 2 കോൺഗ്രസ് പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയി എന്നും ആ കത്തിനകത്ത് IC ബാലകൃഷ്ണന്റെ പേര് ഉൾപ്പെടെ ഉണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. ഈ കത്ത് ഇന്ന് പുറം ലോകം കണ്ടിട്ടില്ല. ഈ കത്ത് ഞാൻ തുടക്കത്തിലെ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു, CPMന്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് അവിടെ നിന്ന് മരണമൊഴി എന്ന് കണക്കാക്കാൻ പറ്റുന്ന ഈ കത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയി എന്നാണ് CPM ഏരിയ സെക്രട്ടറി പറഞ്ഞത്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് അതുകൂടെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം. പക്ഷേ ആ കത്തിനകത്ത് IC ബാലകൃഷ്ണന്റെ പേരുണ്ട് എന്ന് ശ്രീ സുരേഷ് താളൂർ എങ്ങനെ മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല. ഇനി ആദ്യം വിജയേട്ടൻ്റെ വീട്ടിൽ വിജയേട്ടൻ്റെയും മകൻ്റെയും മരണം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയുമാണ്. അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ 2 പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത്. അവർ വിളിച്ചു, അവരവിടെ ചെന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട കാര്യം അത് വിളിച്ചത് വിജയേട്ടൻ്റെ മകനാണ്. മകൻ വിളിച്ചു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മക്കൾ വിളിച്ചാലും ഞങ്ങളുടെ പ്രവർത്തകർ ചെല്ലും, സ്വാഭാവികമാണ്. അതാണ് അവിടെ സംഭവിച്ചത്. ഇനി കത്തുണ്ടോ അന്വേഷിക്കട്ടെ, അതിനകത്ത് പേരുണ്ടോ അന്വേഷിക്കട്ടെ, അതിനകത്ത്. പക്ഷേ ആ കത്തിനകത്തെ കണ്ടന്റ് പോലും CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് അറിയാമെന്ന് പറയുന്നത് ആ കത്ത് എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതുള്ളൂ. പിന്നെ ശ്രീ IC ബാലകൃഷ്ണൻ ഇന്നലെ നടന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതും സൂചിപ്പിച്ചു, വയനാട് പോലീസ് മേധാവിയെ IC ബാലകൃഷ്ണൻ നാളെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുകയാണ്, ഇത് സമഗ്രമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് ചാനലുകളോട് അദ്ദേഹം പറയുന്നു ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന്. അതിനോടൊപ്പം SPക്ക് അദ്ദേഹം പരാതി കൊടുക്കാനും തയ്യാറാണ്, അന്വേഷണം നടക്കട്ടെ എന്ന്. ഇനി ശ്രീ സുരേഷ് താളൂർ പറഞ്ഞതുപോലെ ഈ ഒരു ജില്ലയിലെ ആക്ഷേപങ്ങളും പരാതികളുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഇവിടെ നടത്തിയിരുന്നു. തീർച്ചയായും ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമല്ല, എന്നാലും 3 അംഗ കമ്മിറ്റി വയനാട് ജില്ലയിലുണ്ടായ ചില ആക്ഷേപങ്ങൾ ഞങ്ങളുടെ ഇന്റേണൽ പാർട്ടി മീറ്റിംഗിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി 2 ആളുകളെ ഇതിനുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്നത്തെ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ചെയർമാനെയും ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന വ്യക്തിയെയും കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്ന ശ്രീ ഗോപിനാഥൻ എന്ന് പറയുന്ന ആളുകളെയും ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അഴിമതി ആരോപണം ഉണ്ടായി എന്ന് സുരേഷ് താളൂർ അടക്കം പറയുന്ന ബാങ്കിൻ്റെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അവിടുത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തിയ ഡോക്ടർ സണ്ണിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പാനലിൽ ഉൾപ്പെടുത്തി മത്സരിപ്പിച്ചവരാണ് ബത്തേരിയിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ.
ഇവരുടെ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലെയും പങ്കെടുത്ത പ്രതിനിധികൾ ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നു, അത് സണ്ണി വക്കീൽ മത്സരിച്ചതാണ്, അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താവുന്നതാണ്. അതാണ് CPM ഇക്കാര്യത്തിലുള്ള നയം. പിന്നെ IC ബാലകൃഷ്ണന് പണം നൽകിയെന്നാണ് ഇപ്പോൾ ഒരു മുദ്രപത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ മുദ്രപത്രത്തിൽ 2 പേര് ഒപ്പിട്ടിട്ടുണ്ട്, സത്യമാണ്. ഒന്ന് വിജയേട്ടൻ്റെ ഒപ്പ് അല്ലെങ്കിൽ പേര് ഒപ്പ്, ഒന്ന് വേറൊരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പും ആ മുദ്ര പേപ്പറിലുണ്ട്. ഈ പണം കൈമാറുന്ന സമയത്ത് IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണോ ഇദ്ദേഹം വിജയേട്ടന് പണം കൊടുത്തത്? IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണോ ഇദ്ദേഹം ഒരു കരാർ ഉടമ്പടി ഉണ്ടാക്കിയത്? IC ബാലകൃഷ്ണൻ ഇതിനകത്ത് എന്താണ് പങ്ക് എന്ന് പറയേണ്ട ഒരാൾ വിജയേട്ടനാണ്. വിജയേട്ടൻ മരണപ്പെട്ടു. 2 പറയേണ്ടത് ഇതിന് മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോഴും ബത്തേരിയിലുണ്ട്. ആ വ്യക്തി ഇത് വ്യക്തമാക്കട്ടെ. അതിനോടൊപ്പം 2019 10ാം മാസത്തിലാണ് ഇവർ തമ്മിലുള്ള ഉടമ്പടി കരാർ എന്ന് പറയുന്ന കരാർ നിങ്ങൾ കാണിക്കുന്നത്. ഈ കരാറിൻ്റെ ആ ഡോക്യുമെൻറ്റിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കട്ടെ. കാരണം ഒരു മുദ്ര പേപ്പറിൻ്റെ രൂപവും ഭാവവും ഒക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് താങ്കൾ കൂടെ ഒരു ചാനലാണല്ലോ, താങ്കൾക്കും പരിശോധിക്കാം. ഞാൻ താങ്കളുടെ ഇവിടുത്തെ റിപ്പോർട്ടറോട് ഇത് സൂചിപ്പിച്ചു, പരിശോധിക്കട്ടെ ആരുടെ പേരിലാണ് മുദ്ര പേപ്പർ വാങ്ങിയത് എന്നൊക്കെ നമുക്ക് അതിൻ്റെ അന്വേഷണത്തിൽ കൊണ്ടുവരാം. ഈ വ്യക്തി 30 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ്റെ പേര് പറഞ്ഞ് വിജയേട്ടന് കൊടുത്തു എന്ന് പറയുന്നു. ശരി, അദ്ദേഹത്തിന് ജോലിയാണ് കൊടുക്കേണ്ടത്. കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഇതുവരെ ജോലി കൊടുത്തില്ല. ശരി, ഈ ആൾ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി എവിടെയെങ്കിലും ഉന്നയിക്കാത്തത്? മിനിമം IC ബാലകൃഷ്ണൻ MLA അദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് ഈ പരാതി ബോധിപ്പിച്ചിട്ടുണ്ടോ? ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനോട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പേരിൽ ഒരാൾ പണം വാങ്ങുന്നു, അത് ചിലപ്പോൾ ഞാൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളതാണ് പ്രശ്നം. അത് IC ബാലകൃഷ്ണൻ തീർത്തു പറയുന്നു അദ്ദേഹത്തിന് ഇതുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത്. ഇനി അത് അന്വേഷിക്കാമല്ലോ, പോലീസിന് അന്വേഷിക്കാം. പോലീസ് ഇപ്പോൾ സ്വാഭാവികമായി 2 മരണങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അവർ അന്വേഷണം നടത്തുകയും ചെയ്യും. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്തട്ടെ. അത് കണ്ടെത്തുന്നതിൽ തർക്കം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇത് ഈ ഒരു കത്തല്ല ഇത്. ഇപ്പോൾ സുരേഷ് താളൂർ തന്നെ പറഞ്ഞു നാളുകളിൽ ഇനിയും കത്ത് പുറത്തു വരാനുണ്ട് എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്? നാളെ ഇനിയോ അടുത്ത കത്ത് വരുമെന്നുള്ളതൊക്കെ ഇവരെല്ലാവരും അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ അപ്പോഴും ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും അദ്ദേഹം DCCയുടെ ട്രഷററായിരുന്നു. ഒരുപക്ഷെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിവരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു ആരോപണമൊക്കെ ഈ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ ഈ DCCയുമായി ബന്ധപ്പെട്ടൊക്കെയോ നേരത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ ആ ബാങ്കിൽ നേരത്തെ നടന്നൊരു സംഭവം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഒരു കമ്മീഷനെ വെച്ചതും അതിൻ്റെ പേരുണ്ടായ നടപടിയൊക്കെ പറയുകയുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ ഇത്തരം ഒരു സംഭവം ഉയർന്നു കേട്ടിരുന്നു. സംഷാദ് മറയ്ക്കാർ. 2019 KPCCയിലേക്ക് NM വിജയേട്ടൻ കത്തയച്ചു എന്ന് പറയുന്ന കത്താണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. 2021 പാർട്ടിയുടെ മീറ്റിങ്ങിനകത്ത് ബത്തേരി അർബൻ ബാങ്കിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്നും അവിടെ സാമ്പത്തികമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നും നിയമനത്തിന് കോഴ വാങ്ങുന്നതിനുള്ള ആരോപണങ്ങൾ പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ അന്വേഷണ കമ്മീഷനിൽ ഇനിയിപ്പോൾ വിജയേട്ടൻ പണം വാങ്ങി അത് മുഴുവൻ IC ബാലകൃഷ്ണൻ MLA എടുത്തുകൊണ്ട് പോയി എന്നാണെങ്കിൽ വിജയേട്ടൻ ആ കമ്മിറ്റിക്ക് മുമ്പേ മൊഴി നൽകിയിട്ടില്ല. 1, വിജയേട്ടന് ആരെങ്കിലും പണം കൊടുത്തു എന്ന് പറഞ്ഞ് ആരും ആ കമ്മിറ്റിയും സമീപിച്ചിട്ടില്ല. 2, 2019 വിജയേട്ടൻ KPCCയിലേക്ക് കത്തയച്ചു എന്ന് എനിക്ക് ആ കത്തിനെ കുറിച്ച് അറിയില്ല. കാരണം എനിക്കറിയില്ല, അദ്ദേഹം അയച്ചിട്ടുണ്ടാവാം, അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം. പക്ഷേ 2019 മുതൽ ഈ കഴിഞ്ഞ മാസം വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കാലയളവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങും എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും നേതാക്കന്മാരുടെ മീറ്റിംഗും നിരന്തരം നടക്കാറുണ്ട്. ഈ മീറ്റിംഗിൽ വിജയേട്ടൻ സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിത്വമാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സമയം വരെ അങ്ങനെ ഒരു യോഗത്തിൽ ഈ ഒരു ആക്ഷേപം വിജയേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി 2019 അദ്ദേഹം അയച്ച കത്തിന് KPCC ഉചിതമായ നടപടി എടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം പത്രമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പോലും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഈ കത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ഇനി ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇത് വരുന്നത് 3ാമത്തെ കത്താണ് പുറത്തു വരുന്നത്. ആദ്യം RP ശിവദാസ് എന്ന് പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു കത്ത് വന്നു. കുറേ ആളുകൾ പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കത്ത്. RP ശിവദാസ്
2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഇത് എൻ്റെ കത്തല്ല, എൻ്റെ ഒപ്പല്ല, ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് പോലീസിൽ പരാതി നൽകി. 2023 ഒക്ടോബർ മാസം 23-ാം തീയതി ഒരു കത്ത് പുറത്തു വന്നു. അത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സെക്കരിയ മണ്ണിലിൻ്റെ പേരിലാണ്. അദ്ദേഹം പോലീസിൽ പരാതി നൽകി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിച്ചു. ഇവിടെയും ഒരു കത്ത് പുറത്തു വന്നു. ആ പുറത്തു വന്നത് വിജയേട്ടന്റെ പേരിലാണ്. വിജയേട്ടൻ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അതിന്റെ സത്യം പറയണമെങ്കിൽ പരാതി കൊടുക്കുന്നു. ആ കത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരുന്നോ പോലീസ്? ഇല്ല, അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ വിളിച്ച് ഇത് ഞങ്ങളുടെ കത്തല്ല എന്നും ഒപ്പല്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തത്. അല്ല, അത് അവരാണ് കൊടുത്തത്, പാർട്ടിയല്ല കൊടുത്തത്. അത് 2 വ്യക്തികളാണ് ആ പരാതി കൊടുത്തത്. എന്നാലും ശ്രീ സംഷാദ് മരക്കാർ, അത്തരത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകളാണല്ലോ, സ്വാഭാവികമായും അവരുടെ പേരിൽ ഒരു വ്യാജ കത്ത് അത്തരത്തിൽ പ്രചരിച്ചാൽ പോലീസിൽ പരാതി നൽകിയാൽ നമ്മളെ തിരക്കണമല്ലോ. പോലീസ് അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരക്കണമല്ലോ ശ്രീ സംഷാദ്. ഞാൻ അതിലൊരാൾ ഇപ്പോൾ സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കാത്ത ഒരാളാണ്. മുൻ നേതാവാണ് ആർ പി ശിവദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി അത്ര വലിയ ബന്ധത്തില്ല, പാർട്ടി പ്രവർത്തനങ്ങളിലുമില്ല. രണ്ടാമത്തെ ആൾ സെക്കരിയ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനത് ചോദിച്ചിട്ടില്ല. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതും പരാതി കൊടുത്തതും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞത്. ഇനി അദ്ദേഹം അതിൻ്റെ ഫോളോ അപ്പ് എന്തായി എന്നുള്ളത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തെ ചോദിച്ച് നിങ്ങളെ ആളുകളെ തന്നെ ഞാൻ അറിയിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ എല്ലാ കത്തുകളും പുറത്തു വരുന്നതും ഈ കത്തുകൾക്ക് എതിർപ്പുമായി ആളുകൾ വരുന്ന ഇതിൽ ഈ കത്തിനെ ഞാൻ വിജയേട്ടൻ അയച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് അന്വേഷിക്കണം. ഞാൻ തീർത്തും പറയുന്നു, ഈ കത്തിന്റെ ഉറവിടം അന്വേഷിക്കണം, ഈ ഉടമ്പടിയെ കുറിച്ച് അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാവട്ടെ. ശരി, അന്വേഷണത്തിന്റെ ഭാഗമാകട്ടെ. അതെല്ലാം ബന്ധപ്പെട്ട വസ്തുത പുറത്തു വരികയും ചെയ്യട്ടെ.